ഒരു മുസാഫിറാകേണം, ഒരു വഴി മാത്രമാകേണം. ആ വഴി അനുരാഗ ചുമടേന്തി അലഞ്ഞാത്മസുഖം തേടി യാത്ര പോകേണം. കേരളീയ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മടിത്തട്ടിലൂടെയാണ് ഈ യാത്ര. കൺകുളിർമയേകുന്ന പ്രകൃതി രമണീയതയും ആത്മസായുജ്യമേകുന്ന കേന്ദ്രങ്ങളുമുള്ള വാഗമണ്ണിലൂടെ കോട്ടയത്ത് നിന്ന് 70 കിലോമീറ്റർ സഞ്ചരിച്ച് കാഞ്ഞിരപ്പള്ളി ഏന്തയാർ പരിധിയിലുള്ള കോലാഹലമേട് തങ്ങൾപ്പാറ മലമുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷേഖ് ഫരീദുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാം ഷരീഫാണ് ലക്ഷ്യസ്ഥാനം. ഈ പാതയോരങ്ങളിൽ പേരിനു മാത്രമാണ് അങ്ങാടികളും കെട്ടിടങ്ങളും കാണാൻ സാധിക്കുന്നത്. മാനത്തെ ചുംബിച്ചു നിൽക്കുന്ന ആ പുണ്യകേന്ദ്രത്തിലേക്കുള്ള വഴികൾ പ്രകൃതി സൗന്ദര്യം കൊണ്ട് ധന്യമാണ്. ഇനി ഇവിടെ നിന്നങ്ങോട്ട് വലത്തോട്ടുള്ള റോഡ് 1 കിലോമീറ്റർ കൂടെ സഞ്ചരിച്ചാൽ മഹാനായ ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാം ഷരീഫെത്തുകയായി. തേയിലത്തോട്ടങ്ങൾ പ്രത്യേക ആകർഷണീയതയാണ് ഈ വഴിയോരങ്ങളിൽ. مليك مصائر الأمم هنا للطهر أمكنة وللعبرات والندم هنا ملبية مليك مصائر الأمم هنا للطهر أمكنة وللعبرات. ഷെയ്ഖ് ഫരീദുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമിലേക്കുള്ള കവാടമാണ് മുന്നിൽ. കവാടത്തിനോട് ചേർന്ന് നിൽക്കുന്ന മതിൽ ഈ പുണ്യകേന്ദ്രത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവൻ്റെ നാമവും സന്ദർശകർക്കുള്ള നിർദ്ദേശങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കവാടത്തിനുള്ളിലൂടെ അല്പദൂരം കൂടി വാഹനത്തിൽ തന്നെ പോകാൻ സാധിക്കും. ഇനിയങ്ങോട്ട് ചെങ്കുത്തായ പാറകളും സാഹസികമായ വഴികളുമാണ്. ഗതാഗത സൗകര്യമില്ല. വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾക്കും പ്രാഥമികാവശ്യ നിർവഹണത്തിനുമുള്ള ഒരു കേന്ദ്രം കൂടിയാണ് മലമുകളിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പുള്ള ഈ സ്ഥലം. മലമുകളിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയായി. സന്ദർശകർക്ക് വഴികാട്ടിയായി മഞ്ഞ നിറത്തിലുള്ള വലിയ ആരമാർക്കുകൾ കാണാം. ശക്തമായ വെയിലുണ്ടെങ്കിലും അന്തരീക്ഷം തണുത്തിരിക്കുന്നു എന്നുള്ളത് തീർത്ഥാടകർക്ക് വളരെ ആശ്വാസകരമാണ്. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന ഹരിതാപമായ മലനിരകൾ, അതിദുർഘടമാണ് മുന്നോട്ടുള്ള പാതകൾ. വിസ്മയകരവും ആനന്ദപൂരിതവുമായ വഴികളും ദൂരക്കാഴ്ചകളും കാരണം നാം പോലും അറിയാതെ നമ്മൾ മക്കാമിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. وللعبرات والندم طريق رضاك متسم
വർഷങ്ങൾക്ക് മുന്നേ മഹാനവറുകൾ താണ്ടിയ പാതകൾ പിന്തുടർന്ന് മഹാനുഭാവൻ്റെ ചാരത്തേക്ക് ഞാനും നടന്നു നീങ്ങി. ഓരോ ചുവടുകൾ താണ്ടി മുമ്പോട്ട് നീങ്ങുമ്പോഴും മനസ്സിനുള്ളിലെ ചിന്ത, വർഷങ്ങൾക്ക് മുമ്പ് ഇതിലും ദുർഘടമായ ഈ പാതയിലൂടെ മഹാനവറുകൾ മുന്നോട്ട് താണ്ടിയത് ഇലാഹിലേക്കുള്ള അടങ്ങാനാവാത്ത പ്രേമം കൊണ്ടാണല്ലോ. ഇങ്ങനെ എത്രയെത്ര ദുർഘടമായ പാതകളും മലകളും മേടുകളും താണ്ടിയവരാണ് പൂർവീകരായ മഹത്തുക്കൾ. മൂന്ന് മലകൾ കയറിയിറങ്ങിയാലാണ് മക്കാം സ്ഥിതി ചെയ്യുന്ന തങ്ങൾപ്പാറ എന്ന പ്രസിദ്ധമായ ഷെയ്ഖ് ഫരീദുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമിലേക്ക് എത്തിച്ചേരുക. خاطري وفمي لك الحمد ابتهلت به لما أوليت من نعم ضيوفك بالحمى نزلوا بخير الأشهر الحرم وجئتك في കരിമ്പാറകളെ പിന്നിട്ട് ശക്തമായ വെയിലിനെ വെല്ലുവിളിച്ച് മുന്നോട്ടുള്ള പ്രയാണം തുടരുകയാണ്. അവസാന മലയും കീഴടക്കി. مليك مصائر الأمم هنا للطهر أمكنة وللعبرات والندم هنا ملبية مليك مصائر الأمم هنا للطهر أمكنة وللعبرات والندم طريق رضاك متجه ونور هداك معتصم فعاف الناس. വലിയ മൂന്ന് മലകൾ കീഴടക്കി മഹാനായ സയ്യിദ് ഫരീദുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹുവിൻ്റെ സവിധത്തിലേക്കെത്തുകയായി. മുന്നോട്ടുള്ള അല്പം കുറച്ച് പാതകൾ കൂടെ പിന്നിട്ടാൽ മഹാനവറുകളുടെ സവിധത്തിലണയാൻ സാധിക്കും. അതെ, തങ്ങൾപ്പാറ സയ്യിദ് ഫരീദുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാം ഷരീഫിൽ. إلهي واسع الكرم ورب البيت والحرم إليك أتيت منكسرا منيبا أغبر القدم إلهي واسع الكرم ورب البيت والحرم. വെള്ള പഞ്ഞിക്കെട്ടുകൾ തിങ്ങി നിറഞ്ഞ ആകാശത്തോട് കിന്നരിച്ചു നിൽക്കുന്ന മഹാനായ തങ്ങൾപ്പാറ ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തുകളിൽ ഒന്നായ ആ വലിയ പാറയ്ക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി ഉയരത്തിൽ ഈ വലിയ മലമുകളിലാണ് മഹാനായ സയ്യിദ് ഫരീദ് ഔലിയ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഹിജറ 567 ഷാബാൻ 29 ബുധനാഴ്ച, അതായത് 852 വർഷം മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ ഖുറാസാഗർ പ്രവിശ്യയിലാണ് മഹാനവറുകൾ ജനിച്ചത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ 3ാം ഖലീഫ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ട ഷെയ്ഖ് ജമാലുദ്ദീൻ സുലൈമാൻ ആണ് പിതാവ്. സഹോദരൻ മഹാനായ ഷെയ്ഖ് നജീബുദ്ദീൻ്റെ ഖബർ ഡൽഹിയിലാണ് നിലകൊള്ളുന്നത്. ഷെയ്ഖ് ഫരീദുദ്ദീൻ വലിയല്ലാഹുയുടെ പ്രധാന ഗുരുക്കന്മാരിൽ ഒരാളാണ് ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി ദഹ്ലവി. ഈ മഹാന്റെ സ്മരണക്കായിട്ടാണ് ഡൽഹി കുത്തുബ് മിനാർ പണി കഴിപ്പിച്ചിട്ടുള്ളത്. കുട്ടിക്കാലത്തു തന്നെ അദ്ദേഹം കാണിച്ചിരുന്ന അത്ഭുതങ്ങൾ ശ്രേഷ്ഠതയ്ക്കു തെളിവാണ്.
ഗഞ്ചെ ശക്കർ മധുരപ്രിയൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പ്രാർത്ഥനയ്ക്കു ശേഷം അദ്ദേഹത്തിൻ്റെ വിരിപ്പിൽ നിന്നും മധുരം ലഭിച്ചിരുന്നു. മധുരത്തിൻ്റെ ഖജനാവ് എന്നർത്ഥം വരുന്ന ഫാരിസി വാക്കാണ് ഗഞ്ചെ ശക്കർ. ജാതിമത ഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അത്ഭുതങ്ങൾ പലതുമുണ്ടായിട്ടുണ്ട്. തുടർന്ന് സത്യമാർഗം ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നാടുകളിൽ നിന്നും നാടുകളിലേക്കും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും സഞ്ചരിച്ചു. അങ്ങനെയാണ് കോട്ടയം ജില്ലയിലെ കോലാഹലമേടിൽ എത്തിച്ചേരുന്നത്. മഹാനവറുകളുടെ മക്കാം ഷരീഫിന് പിറകിലായി അല്പം സ്റ്റെപ്പുകൾ കാണാം. ചെരുപ്പഴിച്ചു വെച്ച് താഴേക്ക് ഇറങ്ങിച്ചെന്നാൽ ആ വലിയ പാറക്കെട്ടിന് താഴെയായി ചെറിയൊരു നീരുറവ കാണാൻ സാധിക്കും. ഏതു കാലാവസ്ഥയിലും യാത്രികർക്ക് ആശ്വാസമായിട്ടുള്ള ഈ നീരുറവ ഇവിടുത്തെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. പാറയുടെ താഴ്ഭാഗത്ത് കാണുന്ന ഈ പുണ്യജലം സന്ദർശകരുടെ ദാഹമകറ്റുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മലമുകളിൽ ഇലാഹി പ്രീതിയിലായി ഒറ്റയ്ക്ക് ജീവിതം ആരംഭിച്ച മഹാനവറുകൾ ഹിജറ 664 മുഹറം 5-നാണ് ഈ ലോകത്തോട് വിട്ടുപിരിഞ്ഞതെന്ന് ചരിത്രരേഖകളിൽ കാണാൻ സാധിക്കും. ആയിരങ്ങൾക്ക് ആശ്വാസമായി ആ വലിയ പാറക്കെട്ടിനു താഴെ ഇന്നും അത്ഭുതമായിക്കൊണ്ട് മഹാനായ സയ്യിദ് ഫരീദുദ്ദീൻ ഔലിയ അന്ത്യവിശ്രമം കൊള്ളുന്നു. അള്ളാഹു മഹാനവറുകളുടെ മദദ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസാഫിറിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയങ്ങോട്ട് മിസ്രിലെ മഹാരഥന്മാരോടൊപ്പമായിരിക്കും നമ്മുടെ യാത്ര. മിസ്രി നാഗരികതയുടെ ആരും കാണാത്ത കയ്യൊപ്പുകളുമായി ആഴ്ചകളിൽ നമുക്ക് വീണ്ടും കാണാം.